പ്രപഞ്ചവും പ്രകൃതിയും, പുരുഷനും സ്ത്രീയും, ശിവനും ശക്തിയും, അങ്ങനെ രണ്ട് തരത്തിലുള്ള എനർജികൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു സൃഷ്ടി ഉണ്ടാകുകയുള്ളൂ. ഒരു എനർജി മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കുകയില്ല എന്ന് സാരം. ഉദാഹരണത്തിന്, ഒരു ജീവവർഗത്തിൽ പുതിയൊരു ജീവൻ ഉണ്ടാകണം എങ്കിൽ അതേ ജീവവർഗത്തിൽപ്പെട്ട സ്ത്രീയും പുരുഷനും കൂടിച്ചേർന്നാൽ മാത്രമേ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളുടെയും കാര്യം. ഒരു സൃഷ്ടി പുറത്തു വരണമെങ്കിൽ അതിനുറപ്പായും ഒരു ഫെമിനൈൻ എനർജിയും ഒരു മസ്കുലൻ എനർജിയും ആവശ്യമാണ്. ഈ ഒരു കോമൺ സെൻസ് തന്നെ നമുക്ക് ജീവിതവുമായി കണക്ട് ചെയ്ത് നോക്കാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിയായ ആഗ്രഹം മാത്രം മതി, എന്തും നിങ്ങൾക്ക് ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും എന്ന്. പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്ന് ആർക്കും പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അചഞ്ചലമായ ഒരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയുടെ മണിപൂര ചക്രം ശക്തമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ സാധന ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മണിപൂര ചക്രം എപ്പോഴും ശക്തമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഡേഞ്ചർ സാധ്യത ഉള്ളത് എന്തെന്നാൽ, സാധനയിലൂടെ മണിപൂര ചക്രത്തിന് ലഭിച്ച ഊർജം കൃത്യമായി തന്നെ മുകളിലോട്ട് ഉയർത്തുവാൻ സാധകൻ ശ്രമിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ആ ഊർജം സ്വാധിഷ്ഠാന ചക്രത്തിൽ എത്തിച്ചേരും. ഒരു സാധാരണ മനുഷ്യന് സ്വാധിഷ്ഠാന ചക്രത്തിൽ എനർജിയുടെ ഒഴുക്ക് കൂടുതൽ സംഭവിച്ചാൽ സെക്ഷൽ തോട്ട്സ് കൂടുകയും സ്വാധിഷ്ഠാന ചക്രത്തിൽ വന്നു ചേർന്ന ഊർജത്തെ പുറത്തു കളയുകയും ചെയ്യും. ഇതോടുകൂടി മണിപൂര ചക്രം ഇൻബാലൻസിൽ വരുവാനും കാരണമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ദൃഢമുള്ളത് ആകില്ല. ശക്തമായ മണിപൂര ചക്രം ഉള്ള ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി എന്ന് കരുതുക. ആ വ്യക്തിയുടെ ആ ശക്തമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അത് ഒരു സൃഷ്ടിയായി പരിണമിക്കില്ല. കാരണം അവിടെ അയാൾക്ക് പ്രതിബന്ധമായി വരുവാൻ പോകുന്നത് അയാളുടെ ഇമോഷൻസ് തന്നെയായിരിക്കും. ഉദാഹരണമായി, കലയിൽ പാഷനുള്ള ഒരു വ്യക്തി കലയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ അയാളുടെ ഇമോഷൻസ് എപ്പോഴും അയാൾക്ക് എതിരായിരിക്കും. ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. അയാൾ എത്രമാത്രം ശക്തനായാലും അയാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല. എന്നാൽ ആ വ്യക്തി കലയുമായി ബന്ധപ്പെട്ട ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഇമോഷൻ എന്നും അയാളുടെ കൂടെ തന്നെ നിൽക്കും. മാത്രവുമല്ല, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഈസിയായി പുറത്തു വരുവാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന സമയം ഹൃദയത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് നന്മ തരുമോ അതോ തിന്മ തരുമോ എന്ന് അറിയുവാൻ സാധിക്കും. ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത് അനാഹത ചക്രമാണ്. നിങ്ങൾ എടുക്കുന്ന ശക്തമായ തീരുമാനം വികാരങ്ങളും ഒത്തുചേർന്ന് പോകുന്നത് ആണ് എങ്കിൽ ആ കാര്യം ഉറപ്പായും സൃഷ്ടിക്കപ്പെടും. അതായത് മണിപൂര ചക്രവും അനാഹത ചക്രവും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അനാഹത ഇമോഷനെ നിയന്ത്രിക്കുന്നതിനാൽ അതിനെ ഫെമിനൈനായും മണിപൂരയെ മസ്കുലൈനായും കണക്കാക്കി നോക്കൂ. രണ്ട് എനർജി തമ്മിൽ ചേർന്നാൽ സൃഷ്ടി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാലാണ് ഭാരതീയ പുരാണങ്ങളിൽ ശിവനെ ആരാധിച്ചാൽ കൂടെ ശക്തിയെ കൂടി ആരാധിക്കണം എന്ന് പറയുന്നത്. മണിപൂരയും അനാഹതയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ ശിവശക്തി സംഗമമായാണ് കണക്കാക്കുന്നത്. ഒരുപാട് സമയം ആഗ്രഹിച്ചതുകൊണ്ടോ ശക്തമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടോ സ്വന്തമാകില്ല. അഥവാ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് ലഭിച്ചാൽ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അത് ആസ്വദിക്കുവാനോ ഉപകാരപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. നല്ലൊരു ജീവിതം നയിക്കുവാനും പലതും മനസ്സിലാക്കി ജീവിക്കുവാനും യോഗ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. നല്ല ഒരു ഗുരുവിൽ നിന്നും സാധന എടുത്ത് ചെയ്യുവാൻ ആരംഭിക്കുക. വഴികൾ താനേ പിറക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.